ഗായ്സ്, എല്ലാവർക്കും വീണ്ടും കിങ് ഓഫ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമും ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ മൈ ന്യൂ കാർ കമ്മിങ് ഫ്രം UAE പാർട്ട് 3 ആണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഇന്നത് കളിക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായി ഗൈസ്. എന്താ പറഞ്ഞാൽ അവന് നമ്മൾ GTR കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അവൻ പറഞ്ഞ് നമുക്കൊരു റൈഡ് പോയാലോ GTR എടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മിനിമം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറിയിട്ടായിട്ട് കാണാം. മിനിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മിനിമം സപ്പോർട്ട് ചെയ്താൽ ഞാൻ നല്ല നല്ല കണ്ടൻറ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് പാർട്ട് 1ഉം പാർട്ട് 2 കാണാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം കാണാൻ ശ്രമിക്കുക. കണ്ടവരാണെങ്കിൽ ഇത് കണ്ടോളൂ, പ്രശ്നമില്ല. അതേപോലെ തന്നെ ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഗൈസ്. ഈ ഞങ്ങളുടെ നാട്ടിൽ നിന്നും നല്ല ഇടിയായിരുന്നു ഗൈസ്. ഒരു വീഡിയോ പോലും ഇടാൻ കഴിയില്ല. ഞാൻ രാത്രി എന്തായി, ഞാൻ ഇത് ഷോർട്ട് വീഡിയോ ഡൗൺലോഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി ഗൈസ്. അത് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്, എന്താ അറിയില്ല. എന്തായാലും ഇന്ന് ഞാൻ ഷോർട്സ് വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷോർട്സ് വീഡിയോ ഇടുന്നു. ഇത് കഴിഞ്ഞതിന് മുമ്പ് ഷോർട്ട് വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടില്ല ഗൈസ്. ഞാൻ പറയാൻ മറന്നുപോയി. അത് ഞാൻ ഇട്ടിന് തോന്നുന്നു. ഇല്ല ഗൈസ്, തോന്നുന്നു. ഇല്ല ഗൈസ്, ഇട്ടിട്ട ഗൈസ്. എന്തായാലും ഇന്ന് രാത്രി ഞാൻ ആ ഷോർട്സ് വീഡിയോ ഇടുന്നതായിരിക്കും. അതേപോലെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അവനെ ഈ GTR കാണിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് മിനിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ ഒരു ഫയൽ ലോഡഡ് കൂടി വന്നിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് കുറേ പേര് ഫോണിൽ കിട്ടുന്നില്ല. എന്ത് ലാഗ് എന്നറിയില്ല. എന്തായാലും ഞാൻ കിട്ടിയതിന് ശേഷം വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, മുമ്പത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുമ്പത്തെ വീഡിയോയും കൂടി കണ്ടേക്ക്. മുമ്പത്തെ വീഡിയോ പറഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് വീഡിയോ അങ്ങനെ മൈ ന്യൂ കാർ കമ്മിങ് ഫ്രം UAE പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. എന്തായാലും ഫോണും ഗൈസ് GTR ഗൈസ് നമ്മൾ KTM കണ്ടിട്ടുണ്ടാവില്ല. അത് നമ്മളെ വേറെ ഫ്രണ്ടിൻ്റെ കൊടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഓന് ബൈക്ക് റൈഡ് പോകുന്നുണ്ട് കൊടുത്തതാണ് ഗൈസ്. എന്തായാലും അവന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അവൻ്റെ വീട്. എന്നാൽ ഞാൻ കീൻറ്റ് ചോദിക്കട്ടെ. കീൻറ്റ് തന്നെ ചോദിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ ചോദിക്കട്ടെ. വേഗം വാടാ. ഞാൻ വന്ന് അവനിപ്പോൾ വരുമല്ലോ, നമുക്ക് വണ്ടിയിൽ കയറാം. അവന് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് അവന് വണ്ടിയിൽ കയറ്റിയിട്ട് കാണാം ഗൈസ്. അവന് വരട്ടെ. അപ്പോൾ ഗൈസ് അവൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് റൈഡ് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നിനക്കെന്താ പറയാനുള്ളത്? ഓക്കെ, പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ തരൂടാ പ്ലീസ്. അതേ, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? അത് സാരമില്ലടാ, പ്ലീസ് ഇടാ. വണ്ടി നേരെ ഓടിക്കടാ. ഓക്കെ, ഞാൻ സൈഡിൽ നിർത്താം. അപ്പോൾ അവർ നേരെ ഓടിച്ചോളൂ. ഞാൻ സൈഡിൽ നിർത്തുന്നേ. എന്നിട്ട് കയറ്. ഇപ്പോൾ സൈഡിൽ നിർത്തി തരാം. കയറിക്കോ. ഞാൻ കയറാം. ഞാൻ കയറി. ഇനി വണ്ടി വിടട്ടെ. നിൽക്ക്. ഇത് ആക്സിലേറ്ററാണ്. ഇത് കൊടുക്കുമ്പോൾ പോവും. ഇത് ബ്രേക്ക് നിങ്ങൾക്ക് നിർത്തേണ്ടുമ്പോൾ നിർത്താം. ഇത് ക്ലച്ച് ബ്രേക്ക് ഇടുമ്പോൾ ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ പോയിക്കോ. മനസ്സിലായി. നേരെ ഓടിക്കറ. നേരെ ഓടിച്ചോളൂ. പതുക്കെ പോടാ. ബ്രേക്ക് കൂടി പതുക്കെ പോന്ന്. ഇതിലേതാ ബ്രേക്ക്? അതാടാ. ഇതാണാ? അത് ആക്സിലേറ്റർ. പതുക്കെ പോടാ. അത് ആക്സിലേറ്റർ. അത് സ്റ്റോപ്പ് ആക്കുക. നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയി ഗീസ്. പെട്ടെന്ന് ഒരു വണ്ടി വന്നിട്ട് ഇവനെ ഇടിച്ചതാണ് ഗീസ്. അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. അവന് പെട്ടെന്ന് ഇടിക്കുന്നത് എവിടെയോ തെറിച്ച് പോയി ഗീസ്. അങ്ങോട്ട് തെറിക്കുന്ന കണ്ടത്. എന്തായാലും നമുക്ക് വണ്ടി കൊണ്ട് നമ്മുടെ ഗാരേജിന് വിളിക്കണം ഗീസ്. ഇതിനുള്ള ചേട്ടനെ നമുക്ക് പറ്റിക്കാണും. അതൊന്നും ആംബുലൻസ് നമുക്ക് വിളിക്കണം ഗീസ്. ചേട്ടന് എന്ത് പറ്റില്ല ഗീസ്. ചേട്ടൻ എന്നെ വഴക്ക് പറയുന്നതാണ് എന്തിനാ ഇങ്ങനെ ഓടിക്കുന്നതെന്നൊക്കെ. സോറി ചേട്ടാ, സോറി. എന്ത് ചെയ്യാം, നമ്മൾ വണ്ടി അവന് വിശ്വസിക്കാൻ പാടില്ല.
ചേട്ടൻ്റെ ഡോറ് പൊളിഞ്ഞിട്ട് പോകുന്നു. നമ്മളതിൽ കുറച്ച് സ്ക്രാച്ചും വന്നിട്ടുണ്ട്. ഹെഡ് ലൈറ്റും പോയി ഗൈസ്. ബ്രേക്കായി ഗൈസ്. ഇത് മൊത്തം പോയി ഗൈസ്. ഈ ഡോറ് ഇങ്ങനെ അടിക്കാനും പറ്റില്ല ഗൈസ്. ബ്രേക്കായി. നമുക്ക് പെട്ടെന്ന് ഗ്യാരേജിൽ വിളിക്കാം. എൻ്റെ ഫ്രണ്ടാണ് ഗ്യാരേജിൽ. ഓക്കെ ഓക്കെ ഹലോ. അപ്പോൾ ഗൈസ് എനിക്ക് വിളിച്ചിട്ടായിട്ടുണ്ട്. അവൻ പറഞ്ഞത് ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് കൊണ്ടുപോകാം, നീ അവിടെ വെച്ചോളൂ, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വണ്ടി പോയി നിർത്താം ഗൈസ്. ഇതും ഒരു വണ്ടി പോകുന്നുണ്ടാവല്ലോ ഗൈസ്. എന്തായാലും ഇതാ ഒരു വണ്ടി ചുമ വരുന്നു ഗൈസ്. അപ്പോൾ പകുതിക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ചേട്ടൻ്റെ ഓട്ടോറിക്ഷ എന്നാണ് പറഞ്ഞത്. ആ ചേട്ടൻ പറഞ്ഞു പിന്നെ നീ മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലൊരു സ്ഥലമുണ്ട്, അവിടെ ഏൽപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അവിടെ ഈ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കടയാണ് അറിയുന്നത്, അവിടെ ഏൽപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ ചേട്ടനിപ്പോൾ നടന്നിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ താങ്ക്സൊക്കെ പറഞ്ഞ് ഇവിടെ അല്ല അവന് തെറിച്ചു പോയെ. അവിടെ ഒരു ചേട്ടൻ പോകുന്നുണ്ടല്ലോ, ചോദിക്കാം. പിന്നെ റിവേഴ്സ് എടുക്കേണ്ട വരുമല്ലോ. ആ ചേട്ടൻ മുപ്പാട്ട് വരുമ്പോഴേക്കും ഇവിടെ ഉണ്ടായി. ആക്സിഡൻ്റ് ഉള്ള സമയത്ത് ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ചോദിക്കട്ടെ. ചേട്ടാ ഇപ്പോൾ ഒരുത്തിന് ഇവിടുന്ന് തെറിക്കുന്ന കണ്ടിനോ ഇവിടെ വീണിട്ട്? ഇപ്പൊ ഒരു വണ്ടി ഇടിച്ചതല്ലേ, അവന് ഇപ്പോ ഒരു വണ്ടിയിൽ ടാക്സിയിൽ കയറ്റി കുറച്ചാൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. താങ്ക്സ് ചേട്ടാ, വലിയ ഉപകാരം. എന്തായാലും നമുക്ക് ഗ്യാരേജിൽ വിളിച്ച് നോക്കണം ഗൈസ്, കാരണം അത് വണ്ടി എടുത്താന്നറിയില്ല. എന്തായാലും നോക്കണം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോകണം ഗൈസ് പെട്ടെന്ന്. എന്തായാലും ഗൈസ് പിന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ. അപ്പോൾ ഞാൻ വിളിച്ച് നോക്കട്ടെ ഗൈസ്. ഞാൻ കോൾ ആക്കിയിട്ടുണ്ട് ഗൈസ്. അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു 3 ദിവസം എടുക്കും എന്തായാലും. GTR മൊത്തം പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ കൊണ്ടുപോയിന്ന് അറിയാൻ പറ്റിയത്. എന്തായാലും ഇപ്പോൾ അഡ്വാൻസ് കൊടുക്കാനുണ്ട് ഗൈസ്. എന്തായാലും അഡ്വാൻസ് 20,000 കൊടുക്കണം ഗൈസ്. പണി തീർത്തിട്ടായിട്ട് 50,000 രൂപ കൊടുക്കണം ഗൈസ്. എന്താ ചെയ്യണം, 70,000 രൂപ ചിലവായി ഗൈസ്. നമ്മൾ GTR മൊത്തം സ്ക്രാച്ചാണ് ഗൈസ്. എന്തായാലും മൊത്തം മോഡിഫൈഡ് ആക്കണം ഗൈസ്. എന്തായാലും കുറച്ചുകൂടി മോഡിഫൈഡ് ആക്കിയിട്ട് വേണം സെറ്റാക്കാൻ. അവന് ഫ്ലാറ്റിലാണ് തോന്നുന്നത്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീടുണ്ട്, അവിടെ ഫ്ലാറ്റിലാണ് തോന്നുന്നത് അവൻ്റെ വീട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വെറുതെ വണ്ടി കൊടുത്തത് അവന് നിർബന്ധിച്ചാണ് ഗൈസ്. എന്നാൽ ഈ ഗ്യാരേജിൻ്റെ മുതലാളിൻ്റെ വീട് ഇതാണെന്ന് തോന്നുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇതാണ് ഗൈസ്. നോക്കണം, ഇവിടെ നിർത്താം. ആ ഗൈസ് ഇതല്ലേ എനിക്ക് തോന്നുന്നത്, അതാണെന്ന് തോന്നുന്നത്. എന്ത് ചെയ്യണം, നമ്മൾ പണ്ട് വന്ന ഒരു വീടാണ് ഗൈസ്. അത് ഈ സമയത്ത് ഇവിടെ എവിടെയോ ഉണ്ടായതാണ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് കണ്ടെങ്കിൽ ചെറുങ്ങനൊരു മനസ്സിലാണ് ഗൈസ്, ഏതെന്ന് അതാന്ന് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അവന് പറഞ്ഞ പണം ഗൂഗിൾ പേ ചെയ്യണമെന്ന്. ഞാനിപ്പോൾ പണമൊന്ന് എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന്. എന്തായാലും ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്. അതന്നെ തോന്നുന്നു ഗൈസ്, അവൻ്റെ ഫ്ലാറ്റ് അതന്നെയാണ് തോന്നുന്നത്. അതേ തോന്നുന്നു. എന്തായാലും നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം ഗൈസ്. എന്തായാലും ഗൈസ് ഈ മൈ ന്യൂ കാർ കമ്മിങ് ഫ്രം UAE പാർട്ട് 4 എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വണ്ടി മൊത്തം മോഡിഫൈഡ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ വണ്ടിയുടെ കളർ ചേഞ്ച് ആക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഓഫീസിൽ പോയിട്ട് പോവാം. അപ്പോൾ നമ്മൾ പണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളർ ചേഞ്ച് ആക്കുന്നത് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഏത് കളറാണെന്ന് വേണ്ടതെന്ന് നിങ്ങൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ആ കളറിലേക്ക് നമ്മളെ GTR ഞാൻ മാറ്റുന്നതായിരിക്കും. എന്തായാലും നമ്മൾ KTM നിങ്ങൾക്ക് ഞാൻ വാങ്ങിയാണല്ലേ ഈ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ദുബായിൽ നിന്ന്. ആ KTM ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുള്ളത്. വേറൊരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ആ ഫ്രണ്ട് ഒരു ബൈക്ക് റൈഡിന് പോയിട്ടുള്ള ഗൈസ്. അങ്ങോട്ടോ പോയിന് ഗൈസ്, എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഗോവ ആയിരിക്കും, എവിടെയോ പോയതാണ് ഗൈസ്. എന്തായാലും അവന് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞത്. എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓട്ടോറിക്ഷ പിന്നെ കൊടുത്തോളാം, കുറച്ച് സ്ഥലത്തേക്ക് പോകാണ്ട് ഗൈസ്. എന്തായാലും നമ്മളെ ഫോർച്യൂണർ ഉണ്ട്, ഫോർച്യൂണറിൻ്റെ
പെട്രോൾ ഇല്ല ഗൈസ്, എന്ത് ചെയ്യണം, ഓരോരോ സമയം. എന്തായാലും ഫോർച്യൂണറിൽ പെട്രോൾ വാങ്ങാൻ ഈ റിക്ഷയിൽ പോകണം ഗൈസ്. എന്നിട്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്തുള്ള കടയിൽ ഈ ഓട്ടോറിക്ഷ ഏൽപ്പിക്കണം. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മിനിമം സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ പറ്റും. പിന്നെ പുതിയ ഫയൽ മോഡ് വന്നിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ ഫോണിൽ പറ്റിയാൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ, ടേക്ക് കെയർ.